എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പൂന്താനത്തിൻ്റെ ശ്രീകൃഷ്ണ കർണാമൃതത്തിലെ 100ാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത്. അതിൽ ഞാൻ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞിരുന്നു, നൃഗ മഹാരാജാവിൻ്റെ കഥയാണ് പറയാനുള്ളത്. നമുക്ക് ആ കഥ ആദ്യം ഒന്ന് നോക്കാം, എന്നിട്ട് ശ്ലോകം ചൊല്ലാം. ഒരു ദിവസം ദ്വാരകയിൽ ഭഗവാന്റെ പുത്രന്മാർ കുറച്ച് പേര്, ഭഗവാന് ഓരോ പത്നിയിലും 10 പുത്രന്മാരും ഓരോ പുത്രികളും ഉണ്ട് എന്നാണല്ലോ പറയണത്. 16,008 പത്നിമാരിൽ 10 പുത്രന്മാർ, ഓരോ പുത്രിമാർ, അങ്ങനെയാണ് ഭഗവാന്റെ മക്കളുടെ എണ്ണം. അപ്പോൾ ഇവരിൽ കുറച്ച് പേര് പൂന്തോട്ടത്തിലും ഒക്കെ ആയിട്ട് കളിക്കാനായിട്ട് പോയി എന്നാണ് പറയണത്. ബ്രഹ്മസ്വത്തിൻ്റെ ധനം അപഹരിച്ചാലുണ്ടാവുന്ന ദോഷം പറയാനാണ് ശ്രീമദ് ഭാഗവതത്തിൽ ഈ നൃഗ മഹാരാജാവിൻ്റെ കഥ പറയുന്നത്. അപഹരണം എന്ന് പറഞ്ഞാൽ ഈ കാലത്ത് എല്ലാവരും ഒന്ന് കേൾക്കേണ്ട കഥ തന്നെയാണ്. അത് ഈ കാലത്തിലും പ്രസക്തമാണ് എന്നർത്ഥം. നമ്മൾ അമ്പലങ്ങളിലെ അപഹരണങ്ങളെ പറ്റിയൊക്കെ ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ അല്ലേ. അപ്പോൾ നമുക്കിതൊന്ന് ഇപ്പോൾ പറയുന്നത് ഉചിതമാണ് എന്ന് തോന്നുന്നു. കുട്ടികൾ പൂന്തോട്ടത്തിൽ കളിക്കാനായിട്ട് പോയി. കുറേ നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ദാഹിച്ചു. അപ്പോൾ അവിടെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ ദ്വാരകയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെ ഒരു കിണറിൻ്റെ അടുത്ത് പോയി നോക്കിയപ്പോൾ അതിൽ വെള്ളമില്ല. ഒരു പൊട്ടക്കിണർ എന്നാണ് പറയണത്. അതിൽ കണ്ടതെന്താണ്? വലിയൊരു ഓന്ത്, വലിയൊരു ഓന്ത്. സാധാരണ നമ്മൾ കാണുന്ന പോലെയുള്ള ഓന്തല്ല, നല്ല ഭീമാകാരൻ ഒരു ഓന്തായിരുന്നു എന്നാണ് പറയണത്. അവർ അതിനെ അതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് എടുത്ത് രക്ഷിക്കാനൊക്കെ നോക്കി, പക്ഷേ അവർക്ക് സാധിച്ചില്ല എന്നാണ് പറയണത്. അവർ പോയി ഭഗവാനോട് വിവരം പറഞ്ഞു. അപ്പോൾ ഭഗവാനും അവരുടെ കൂടെ വന്നു നോക്കി. ഭഗവാന് മുമ്പേ അറിയാം ഇതാരാണ്, എന്തിനാണ് ഇങ്ങനെ ഓന്തായിട്ട് കിടക്കണത് എന്നൊക്കെ ഭഗവാന് മുമ്പേ തന്നെ അറിയാം. ഭഗവാൻ അതിനെ രക്ഷിച്ചു. ആ തൃക്കൈ കൊണ്ട് തൊട്ട ഉടനെ ഓന്തിൻ്റെ സ്വരൂപം മാറ്റി അതിൻ്റെ തൽസ്വരൂപം എടുത്തു. എന്ന് വെച്ചാൽ നൃഗ മഹാരാജാവിൻ്റെ രൂപം തന്നെയായി ഭഗവാന്റെ സ്പർശനം ഏറ്റ ഉടനെ. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, അവിടുന്ന് ആരാണങ്ങ്? എന്താണ് ഈ ഓന്തിൻ്റെ രൂപത്തിൽ ഈ പൊട്ടക്കിണറ്റിൽ വന്ന് കിടക്കാനുണ്ടായ കാരണം എന്താണ് എന്നൊക്കെ ചോദിച്ചു. ഭഗവാൻ അറിയാഞ്ഞിട്ടാണോ? അല്ലല്ലോ. അത് ഈ കുട്ടികളൊന്ന് ആ കഥ ഒന്ന് കേട്ടിട്ട്, ആ സംഭവം ഒന്ന് അറിഞ്ഞിട്ട് അങ്ങനെ ആവരുത്, എങ്ങനെയൊക്കെ ആവണം, എങ്ങനെ ആവരുത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇക്ഷ്വാകുവിൻ്റെ പുത്രനായ നൃഗൻ മഹാരാജാവാണ് എന്ന് പറഞ്ഞു. പിന്നെ സർവ്വപ്രാണികളിലും നിന്തിരുവടി മനസാക്ഷിയായിട്ടുണ്ടെന്നാണല്ലോ പറയണത്. അപ്പോൾ അങ്ങ് എന്നെപ്പറ്റി അറിയാതെ ഇരിക്കില്ല എന്ന് ആണ് പറയണത്. അങ്ങയുടെ അറിവിൽപ്പെടാതെ പ്രാണികൾ ഒരു പ്രാണിയും ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അങ്ങ് എന്നെപ്പറ്റി അറിയാതെ ഇരിക്കാൻ വഴിയില്ല, എന്നാലും ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം എന്നാണ് പറയുന്നത്. ഞാൻ ഭൂമിയിലെല്ലാം കൂടി എത്രത്തോളം മണൽത്തരികളുണ്ടോ, ആകാശത്തിൽ എത്രത്തോളം നക്ഷത്രങ്ങളുണ്ടോ, അതുപോലെ മഴക്കാലത്ത് മഴത്തുള്ളികൾ എത്ര വീഴുന്നോ അത്രയും അസംഖ്യം പശുക്കളെ ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്. ദാനം ചെയ്യുന്നവൻ്റെ ഈ ഒരു ആത്മപ്രശംസ തന്നെ ദോഷമാണ്. ഞാൻ ഇത്രയും വലിയ ദാനം ചെയ്യുന്ന ആൾ എന്നുള്ളൊരു അഹംഭാവം, അത് നന്നല്ല എന്നാണ് പറയണത്. അങ്ങനെ ദാനം ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. പിന്നെ ഞാൻ
ദാനം ചെയ്ത പശുക്കൾക്കൊക്കെ എങ്ങനെയൊക്കെയാണ് ദാനം ചെയ്തത് എന്നാണ് പറയുന്നത്. കേമത്തം പറയുകയാണ്, എല്ലാ പശുക്കൾക്കും നല്ല കറവയുള്ള പശുക്കളായിരുന്നു, നല്ല പാലുള്ള പശുക്കളായിരുന്നു. പിന്നെ ചെറിയ പ്രായം കുറഞ്ഞ പശുക്കളായിരുന്നു. നല്ല സ്വഭാവ ഗുണവും കാഴ്ചയ്ക്ക് നല്ല ഭംഗിയും ഒക്കെയുള്ള പശുക്കളെയാണ് ഞാൻ ദാനം ചെയ്തത്. പിന്നെ പോരാ, അതിൻ്റെ കൊമ്പുകളിലൊക്കെ സ്വർണം കെട്ടിച്ചു, കുളമ്പുകളിൽ വെള്ളി കെട്ടിച്ചു. പിന്നെ വിശേഷ വസ്ത്രങ്ങളാണ് അതിൻ്റെ പുറത്ത് ധരിപ്പിച്ചത്. പിന്നെ ഞാൻ ന്യായമായിട്ട് ആർജിച്ച സമ്പത്ത് കൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. അങ്ങനെ ഈ രണ്ട് ഗുണങ്ങളും ഉണ്ടെങ്കിലും ഈ കൊടുക്കുന്ന ആൾക്ക് അധപ്പതനം വരുന്നത് എന്തുകൊണ്ടാണ്? ദാതാവിൻ്റെ അധപ്പതനത്തിന് കാരണം അഹം എന്നുള്ള ഞാൻ ചെയ്തു എന്നുള്ള ആ ഒരു ഭാവമാണ്. ഗർവം, അതാണ് അധപ്പതനത്തിന് കാരണം. അതാണ് ഈ നൃഗമഹാരാജാവിനുണ്ടായത്. പിന്നെ അദ്ദേഹം പറയുന്നു, ഞാൻ സൽപാത്രത്തിൽ തന്നെയാണ് ഇങ്ങനെയുള്ള ദാനങ്ങളൊക്കെ ചെയ്തത്, സൽപാത്രത്തിൽ തന്നെയാണ്. പിന്നെ അതെങ്ങനെയുള്ള ആൾക്ക് കൊടുക്കണം? ദാനം കൊടുക്കുന്ന ആൾക്ക് മാത്രം പോരാ യോഗ്യത, വാങ്ങുന്ന ആൾക്കും അത്യാവശ്യം ചില യോഗ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ തികഞ്ഞ ആൾക്ക് തന്നെയാണ് ഞാൻ ദാനം ചെയ്തത്. പിന്നെ ഞാൻ ഗോദാനം മാത്രമല്ല കേട്ടോ, അതും പറയാം. ഭൂമി, സ്വർണം മുതലായ പല സാധനങ്ങൾ ഞാൻ ഒരുപാട് പേർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ യാഗങ്ങൾ കൊണ്ട് ദേവന്മാരെ പ്രസാദിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ദിക്കിലും രാജ്യത്ത് മുഴുവൻ കിണർ, കുളം, അതുപോലെ തടാകം, പിന്നെ സത്രങ്ങൾ എല്ലാം നിർമ്മിച്ച് എല്ലാവരെയും പ്രജകളെയും സന്തോഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന എനിക്ക് ഒരു സങ്കടം പറ്റി. എന്താ പറ്റിയത്? ഏതോ ഒരു ബ്രാഹ്മണൻ്റെ സ്വന്തം, ആ ഒരു ബ്രാഹ്മണൻ്റെ പശു, അദ്ദേഹം വളർത്തിക്കൊണ്ടിരുന്ന ഒരു പശു എൻ്റെ പശുക്കളുടെ ഇടയിലേക്ക് എങ്ങനെയോ കൂട്ടം തെറ്റി വന്ന് പെട്ടു. അതിപ്പോൾ രാജാവിന് ലക്ഷക്കണക്കിന് പശുക്കളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എവിടുന്നെങ്കിലും ഒരു പശു വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ വഴിയില്ല, ഇതെൻ്റെ ആണോ വേറെ ആരുടെയെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു അബദ്ധം പറ്റി. ഞാൻ ഇതറിയാതെ ആ പശുവിനെ വേറൊരു ബ്രാഹ്മണന് ദാനം ചെയ്തു. ഈ പറഞ്ഞതുപോലെയൊക്കെ ദാനം ചെയ്തു. ആ ബ്രാഹ്മണൻ ഈ പശുവിനെയും കൊണ്ട് അങ്ങനെ പോകുമ്പോൾ ഈ പശുവിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനായ ആ ബ്രാഹ്മണൻ ഇത് കണ്ടു. അദ്ദേഹം പോയി പറഞ്ഞു, ഇത് എൻ്റെ പശുവാണല്ലോ, ഇത് എവിടുന്നാണ് കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പോൾ ആ ദാനം കിട്ടിയ ബ്രാഹ്മണൻ പറഞ്ഞു, ഇത് എങ്ങനെയാ അങ്ങയുടെ ആവണത്? ഇതിനെ എനിക്ക് നൃഗമഹാരാജാവ് ദാനം ചെയ്തതാണിപ്പോൾ, അതെങ്ങനെയാണ് അങ്ങയുടെ പശു ആവണേ എന്ന് ചോദിച്ചു. ഇതിനെ കാണാതെയായിട്ട് കുറേ ദിവസമായി എന്ന് ബ്രാഹ്മണൻ പറയുന്നുണ്ട്. ഇതെൻ്റെ പശു തന്നെയാണ്, ഇതിനെ കാണാതെയായിട്ട് കുറേ ദിവസമായി, ഇതിനെ എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അത് ദാനം കിട്ടിയ ബ്രാഹ്മണൻ സമ്മതിച്ചില്ല. ഇതിനെ എനിക്ക് മഹാരാജാവ് ദാനം ചെയ്തത്, അതിനെ ഞാൻ തരണ പരിപാടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി തർക്കമായി. രണ്ടുപേരും കൂടി രാജാവിൻ്റെ അടുത്തെത്തി. രാജാവ് കഷ്ടത്തിലായി, രാജാവ് ധർമ്മസങ്കടത്തിലായി. എന്താണ്? അറിയാതെ ചെയ്തതാണ്, എങ്ങനെയോ വന്ന് പെട്ടതാണ്. ആ ബ്രാഹ്മണൻ്റെ സ്വന്തം പശു നമ്മുടെ രാജാവിൻ്റെ പശുവിൻ്റെ കൂട്ടത്തിൽ വന്ന് പെട്ടു. അത് രാജാവ് അറിഞ്ഞതുമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? രണ്ടുപേരോടും മഹാരാജാവ് പറഞ്ഞു വിട്ടുകൊടുക്കാൻ. ഉടമസ്ഥനോട് പറഞ്ഞു, അതേ എന്തായാലും ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു, അദ്ദേഹം കൊണ്ടുപോയിക്കോട്ടെ, അങ്ങേക്ക് ഞാൻ 1,00,000 പശുക്കളെ തരാം, വിട്ടുകൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടമസ്ഥൻ സമ്മതിച്ചില്ല. എനിക്ക് അതൊന്നും വേണ്ട, വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല, എനിക്ക് എൻ്റെ പശു മാത്രം മതി, ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കണ പരിപാടിയില്ല, എനിക്ക് 10,000 1,00,000 ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ സ്വന്തം ഈ പശുവിനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. പശുവിൻ്റെ ഉടമസ്ഥനായ ആ ബ്രാഹ്മണൻ, എനിക്ക് അത്രയ്ക്ക് ദുരാശയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം മറ്റേ ആളോട് പറഞ്ഞു, എന്നാൽ അങ്ങ് ഇതിനെ ആ ഉടമസ്ഥന് കൊടുക്കൂ, അങ്ങേക്ക് ഞാൻ ഇതിന് പകരം 1,00,000 പശുക്കളെ തരാം. അദ്ദേഹവും കൂട്ടാക്കിയില്ല. അവസാനം എന്തായി? തർക്കിച്ച് രണ്ടുപേരും ആ പശുവിനെ കൊണ്ടുപോയില്ല. രണ്ടുപേരും മടങ്ങിപ്പോയി തർക്കിച്ചിട്ട്. അങ്ങനെ ആയപ്പോൾ രാജാവിന് സങ്കടമായി.
അറിയാതെ ചെയ്തതാണ്. ആരെങ്കിലും ഒരാൾ ഇതിനെ ഉപേക്ഷിച്ചാൽ എന്നാൽ മറ്റേ എടുത്തോട്ടെ, സാരല്ല എന്ന് വെച്ചില്ല. അതാണ് ഇങ്ങനെ അറിയാതെ ഈ ബ്രാഹ്മണ ധനത്തെ എടുത്തത് കാരണം അതിൻ്റെ പാപം കൊണ്ട് ഞാനിങ്ങനെ ഓന്തായിട്ട് ഈ പൊട്ടക്കിണറ്റിൽ എത്രയോ കാലമായി കിടക്കണു. ഭഗവാനെ, നിന്തിരുവടിയുടെ അനുഗ്രഹത്താൽ ഇപ്പോൾ എനിക്ക് പാപത്തിൽ നിന്ന് മോചനം കിട്ടി എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ ഭാവിച്ചു അദ്ദേഹം. ആ മൃഗമഹാരാജാവ് സ്വർഗത്തിലേക്ക് പോയി. അപ്പോൾ ഭഗവാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു, പരധനം, അന്യൻ്റെ മുതൽ കയ്യിൽ വയ്ക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഞാനിങ്ങ് എടുക്കാം, ആരും കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്, മനുഷ്യന്മാരാരും കണ്ടില്ലെങ്കിലും കാണുന്ന കണ്ണുകൾ വേറെയുണ്ട് എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പോൾ അന്യൻ്റെ മുതലിൽ കൈവയ്ക്കുന്നത് ആരായാലും സൂക്ഷിക്കണം എന്ന് ആണ് പറയേണ്ടത്. പ്രത്യേകിച്ചും ബ്രഹ്മസ്വവും ദേവസ്വവും. ബ്രഹ്മസ്വം മുതലും ദേവസ്വം മുതലും ഇതുപോലെ അപഹരിക്കുന്നത് തീരാത്ത ദുരിതങ്ങളുണ്ടാവാൻ കാരണമായി തീരും എന്ന് ഭഗവാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു. ഇതാണ് നൃഗചരിതം കഥ. ഇനി നമുക്ക് ആ ശ്ലോകം നോക്കാം. എന്താവോ വിപ്രശാപാൽ നൃഗനവശതയാ പണ്ടേ കിടന്നാനോന്തായിട്ടന്ധകൂപേ നിഭൃതമതു ബലാൽ ബാലകന്മാർ പറഞ്ഞാർ. സന്താപം തീർത്തെടുത്തങ്ങവൻ അനവധി ചെയ്തോരു ദാനങ്ങളെല്ലാം ബന്ധുക്കൾക്കുള്ളിലാക്കിയിട്ടവനു ഗതി കൊടുത്തോരു തുഭ്യം നമോസ്തു. എന്തോ ഒരു കാരണം കൊണ്ട് വിപ്രശാപം വന്നു, ബ്രാഹ്മണശാപം കിട്ടി. മഹാദാനശീലനായിരുന്നു നൃഗൻ. എങ്ങനെയോ ഒരു ശാപം കിട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ ഓന്തിൻ്റെ രൂപത്തിൽ അവശനായിട്ട് പണ്ടേ വളരെ കാലമായിട്ട് പൊട്ടക്കിണറ്റിൽ വീഴ്ത്തപ്പെട്ട് അവശനായി എന്നാണ് പറയുന്നത്. ബലാൽ എന്ന് വെച്ചാൽ സ്വയം നിവർത്തിക്കാനാവാത്ത ഒരു കാര്യമാണിത്. ഇത് ആര് വിചാരിച്ചിട്ടും കാര്യമില്ല, ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ ആ ഒരു ദോഷത്തിൽ നിന്ന് നമ്മളെ മുക്തനാക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയണത്. ബലാൽ അത് നിവർത്തിക്കാനാവാത്ത, കിടന്നാൻ എവിടെ, അന്ധകൂപേ, അത് ബാലകന്മാർ പറഞ്ഞാർ. അതങ്ങനെ കണ്ടപ്പോൾ പുത്രന്മാർ ശ്രീകൃഷ്ണനോട് പോയി പറഞ്ഞു. പിന്നെ സന്താപം തീർത്തു. അതിനെ എടുത്ത് തൃക്കൈ കൊണ്ട് സ്പർശിച്ചപ്പോൾ അതിന് ശാപമോക്ഷം കിട്ടി. ശാപമോക്ഷം കൊടുത്ത് നൃസ്വരൂപനാക്കി, രാജാവിൻ്റെ സ്വരൂപം തന്നെ തിരിച്ചു കൊടുത്തു എന്ന് ആണ് പറയണത്. അവൻ ചെയ്തോരനവധി ദാനങ്ങളെല്ലാം, മൃഗൻ ചെയ്ത അനവധി ദാനങ്ങളെക്കുറിച്ചും ദാനനിഷ്ഠാവിധികളെക്കുറിച്ചും അതുപോലെ ബ്രഹ്മസ്വം അപഹരിച്ചാലുള്ള ദോഷത്തെപ്പറ്റിയും എല്ലാം ബന്ധുക്കൾക്കുള്ളിലാക്കിയിട്ട്, എന്ന് വെച്ചാൽ പുത്രന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ട് അവനു ഗതി കൊടുത്തോരു തുഭ്യം നമോസ്തു. ആ നൃഗന് മോക്ഷം കൊടുത്ത അവിടുത്തേക്ക് നമസ്കാരം ഭവിക്കട്ടെ എന്നാണ് ഈ ഒരു ശ്ലോകത്തിലുള്ള ഈ ശ്ലോകത്തിൽ പൂന്താനം പറയുന്നത്. ഇങ്ങനെ എല്ലാം ഇരിക്കുന്ന ആ ഭഗവാനെ നമസ്കരിക്കുന്നു എന്ന്. അടുത്ത ശ്ലോകമായിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.